നീ കറക്കിട്ടോ കത്തിട്ട് പോകുന്ന മതി. അടുത്തോട്ട് പോടാ. ചുമന്ന് വന്നേ അതല്ലേ ഞാനും പറഞ്ഞില്ല. തണുത്ത് തണുത്ത് പടക്കം തണുത്ത് അത്ര ഒന്നും പിടിക്കണ്ടായില്ല. കത്തണ്ട അത് തിരിയൊന്നുമില്ലായിരുന്നു. കയ്യിലെടുക്കല്ലേ ഇനി അത് കൈവിട്ട് എടുക്കില്ല കേട്ടോ. അത് പോയി പോട്ടെ. അത് പോട്ടെ അത് പോയി. തണുപ്പല്ലേ പായ്ക്ക് പ്രാവശ്യം ഭയങ്കര കടുപ്പിലാണ് കേട്ടോ. MRPന്റെ 900 രൂപ ഇടിഞ്ഞു. സത്യം ഭയങ്കര കളിപ്പില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ദീപാവലിക്ക് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു ചെറിയ നല്ല പാക്കും തോന്നുന്നു. എത്ര ദീപാവലി മാറുന്നോ വെള്ളത്തിലൊക്കെ കൊണ്ട് കിട്ടോ? അത് നിന്നുണ്ട്. ബാക്കി എല്ലാം കത്തി. അത് മാത്രം കത്തുന്നില്ല. കൊച്ചിനെ തണുത്തോ കഴിഞ്ഞ തണുപ്പല്ലോ. പിടിക്കില്ല കത്തിച്ച പടക്കത്തൊക്കെ പിന്നെ പിടിക്കില്ല കേട്ടോ. ചിലപ്പോ പൊട്ടാക്കാൻ സാധ്യത. അതന്നെ കുഴപ്പമില്ല. ഇത് കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കത്തില്ലേ പോട്ടെ. ഇനിയിപ്പോ ക്രിസ്മസും കഴിഞ്ഞല്ലേ. അന്നേരം ഇങ്ങോട്ട് നോക്കടാ. ഓ അതൊക്കെ ഉണ്ടായിരുന്ന ഇനി ഇതും പൊട്ടുവോ? വീണ്ടും പൊട്ടും. ഇത് ഒരു പ്രാവശ്യം പൊട്ടത്തുള്ളടാ. അത് പോയത് കല്ല് പോലെ ഇരിക്കുന്നു. ചൂടാ പൊട്ടി. ആ കൊച്ചിന് കാപ്പിത്തിരി ഉണ്ട്. അത് മതി. അവക്കത് മതിയല്ലോ. ഏതോ ഒരെണ്ണം ഇത്രയുള്ള തടിയുള്ള മേളിൽ പോകുന്നുണ്ട്. എഴുട്ടെ ഏത് മോളിൽ പോകുന്നേ? കമ്പിത്തിരി ഉണ്ടോ ചേച്ചി? ബർത്ത്ഡേക്ക് പടക്കം പൊടിച്ചാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഇനി വരുന്നത് ബേബി ചേച്ചിയുടെയാന്ന് തോന്നുന്നു. ഇനി വരുന്ന അച്ചാച്ചൻ ആണോ? എന്നോട് പറയാ എന്റെ ബർത്ത്ഡേക്ക് മതിക്കാം. ഇനി വരുന്നത് ആൻമരിയാടെ അല്ല. ഇനി വരുന്നത് ആദ്യം മമ്മിയുടെയാ. ഏത് നീ മതി ഓടിക്കണം. ഇനി കത്തുവോ നമ്മളിതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട്. വെള്ളം കുറഞ്ഞ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഞാനൊരു പടക്കം മേടിച്ചിട്ടാ മതി. ഞാൻ പടക്കം മേടിച്ചോ ഒത്തിരി അല്ല മറ്റേ കുറച്ചു നേരം മൊബൈലിലാണ്. അത് കത്തിച്ചിട്ട് പോയിട്ട് ആ ക്യാമറയിലോട്ട് നോക്ക്. തൊട്ടടുത്തോട്ട് പോലെ ഇങ്ങനെ നോക്കി ഇവിടെ നിക്കണേ. ഈ സുജാലി നിക്കണടുത്ത് ഇങ്ങനെ. കുട്ടിക്ക് ഫേമസ് ആവാൻ താല്പര്യമൊന്നുമില്ലല്ലേ?
ഡാൻസ് അറിയാം. അതാ ഈസക്കുട്ടീനെ വിളിക്കണം. ഇസക്കുട്ടിയാണുണ്ടല്ലോ. സുജാൻ്റെ എന്നാ സത്യം. ഈസക്കുട്ടിയും ഏണ്ട അതേ പ്രായമല്ല സുജാന്റിക്കും. ഇവിടെ വന്നിട്ടോ നീ എൻജോയ് ചെയ്തേ. വെക്കാം. നമ്മളെന്തോ ചേച്ചി കൊണ്ടുവരണം നോക്കിട്ടോ. എന്റെ ഇവിടെ അതിന്റെ സാധനം ആ ചേച്ചി അങ്ങോട്ട് ആ മരത്തിന്റെ അങ്ങോട്ട് പോയി പൊട്ടുന്നല്ലേ ഇങ്ങനെ പോകില്ലേ. ആ റോക്കറ്റ് പോലെ ഇത് പോയി. അപ്പൊ അതുപോലെ വേറെ ഉണ്ടായിരുന്നു. കരിമരുന്ന് പ്രയോഗം കഴിഞ്ഞ നീ അകത്ത് പോയിരുന്നു. മതി ഇവിടെ എന്താ മതി കുഴപ്പമില്ല. ആ തുണിയിലൊക്കെ തുമ്പ് വെച്ച് മുഖം മുടിക്കും. അത് കുറെ ദിവസമായില്ലേ മേടിച്ചാലും നല്ല തണുത്തതാ. വിളിക്കാം. അതിന് വലിയ അറിയില്ല ചേച്ചി. അതിന് നമുക്ക് അറിയില്ല. അമ്മ മമ്മൂട്ടിയുടെ കുട്ടി വരുമ്പോ ഒന്ന് കളിപ്പിക്കാം. സുജാനിയുടെ ഇഷ്ടത്തിയുടെ ബ്രേക്ക് ഡാൻസ് ഉണ്ട്. സ്റ്റെപ്പ് പഠിക്കണം. നിങ്ങളെ നോക്കിയിരിക്കുന്ന കാരണം നാണോ എനിക്കോ ചേച്ചിക്കാ നാണം. വേറെന്തോ സാധനം ഉണ്ടേ. വേറെന്തോ സാധനം അത് കത്തിച്ചോ. ഊരിട്ട് അതെന്താ ചേച്ചി? ചുമ്മാ ഇങ്ങനെ കത്തി പോകുന്ന സാധനം പടക്കത്തിനൊക്കെ തിരി കൊടുക്കാം. റൗണ്ട് ചെയ്ത് തുടങ്ങണാണോ? പോയി കത്തിച്ചോ. പോയി കത്തിക്കും. ഇത് കുഞ്ഞുള്ളവന്റെ ഉള്ള ഈ കുഞ്ഞു പിള്ളേർക്കൊന്നും പറ്റത്തില്ലേ. ഒട്ടും സേഫ്റ്റിയോടെ പോകുന്നില്ല. ഇത്ര ഉള്ളു. ഇങ്ങനെ കത്തത്തെ ഉള്ളടി ഒരു മിന്നൽ പോലെ കുഞ്ഞു പിള്ളേർക്ക്. ഇത് പൊട്ടുകല്ലാത്ത ബോക്സ് അടി ഞങ്ങൾ വാങ്ങിച്ചേ. പൊട്ടുന്ന മേടിക്കത്തില്ല. ഇങ്ങനത്തെ ഒക്കെ കുറെ സ്ഥലം ഈ വട്ടത്തിൽ കറങ്ങുന്നൊക്കെ ഇല്ലേ അങ്ങനത്തെ ഒക്കെ ഉള്ള കുറെ ഉള്ളു. അതിലൊന്നുമില്ല. ഒരു ശകല ഏതാണ്ട് ഇതിനുണ്ട് പടക്കത്തിന്റെ. അതേ ഉള്ളൂ. അതാ മിന്നുന്ന അന്മരിയെപ്പോലുള്ള പേടിയുള്ളവർക്കുള്ള. പക്ഷെ പേടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവിടെ ഉള്ളത് വേണ്ട. സുജാനിക്ക് കൊടുക്കണം. സുജാനി അതെ ഇനി ഞാൻ എനിക്ക് കളിക്കാൻ പറ്റില്ല. നീ കേറി പോണം. ആരെങ്കിലും പറഞ്ഞ ഇങ്ങോട്ട് കേറി വന്ന് ആഴ്ചയിലുണ്ടല്ലോ. നീ